ലാസ്റ്റ് ക്ലാസ്സിൽ ഹൈഡ്രോളിക് ജമ്പ് എന്തായിരുന്നു നോക്കിയത്. എന്തുവായിരുന്നു ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ? എന്തുവായിരുന്നു? റൈസ് ഓഫ് വാട്ടർ ലെവൽ വിച്ച് ടേക്സ് പ്ലേസ് ഡ്യൂ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ അൺസ്റ്റേബിൾ ഷൂട്ടിംഗ് ഫ്ലോ ടു ദ സ്റ്റേബിൾ സ്ട്രീമിംഗ് ഫ്ലോ. അതെന്തായിരുന്നു? അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള സബ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഫ്ലോയിലോട്ടാകാൻ വേണ്ടിയിട്ടുള്ള എന്താണ് വാട്ടർ ലെവലിൽ എത്ര ചേഞ്ച് വരുന്നു അതിനായിരുന്നു നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. നമുക്കിനി ഹൈഡ്രോളിക് ജമ്പിന്റെ ആദ്യം അതിൻ്റെ ഡെപ്ത് എത്രയാണ് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഈ എത്ര ഡെപ്തിലോട്ടാണ് നമുക്ക് ഈ വാട്ടർ നമുക്ക് ചാടുന്നത്, അല്ലെങ്കിൽ D2, അതായത് ഇപ്പം നമുക്ക് എന്താ പറയുക ഡൗൺ സ്ട്രീം സൈഡിൽ എത്ര ഡെപ്ത് ആണ് കിട്ടുന്നത്. പിന്നെ ഈ ജമ്പിന്റെ ഡിഫറൻസ് എത്രയാണ് ജമ്പിന്റെ ഹൈറ്റ് അത് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം എന്തായാലും ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരിടത്തൂടെ പോയിട്ട് ഇപ്പുറത്തൂടെ ചാടിയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ രണ്ടിന് ഇടയ്ക്ക് എത്രയാണ് ഹൈഡ്രോളിക് ജമ്പിന്റെ ഇടയ്ക്ക് വന്നിരുന്ന ഡെപ്ത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും ഡൗൺ സ്ട്രീമിലെ നമ്മുടെ ഡെപ്ത് എന്ന് പറയുന്നത് അപ് സ്ട്രീമിനെക്കാട്ടിലും കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ അതിന്റെ എത്ര കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതെന്ന് പറഞ്ഞു. അതിനാണ് ഫസ്റ്റ് ആണ് എക്സ്പ്രഷൻ ഫോർ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. നമ്മൾ ഈ എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് അസംഷൻസ് ആണ് ഫ്ലോ ഈസ് യൂണിഫോം ആൻഡ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡ്യൂ ടു ഹൈഡ്രോസ്റ്റാറ്റിക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ജമ്പ് ഈസ് കൺസിഡേർഡ് ആസ് സെയിം. ഇവിടെ അത്ര എഴുതിയിട്ടില്ല, ഈ സെയിം എന്നും കൂടെ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോസ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ഓൺ ദ സർഫസ് ഓഫ് ദ ബെഡ് ഓഫ് ദ ചാനൽ ആർ സ്മോൾ ആൻഡ് ഹെൻസ് നെഗ്ലക്റ്റഡ്. നെക്സ്റ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ബെഡ് ഓഫ് ദ ചാനൽ ഈസ് സ്മോൾ so that component of the weight of the fluid in the direction of flow is negligibly small. എന്തൊക്കെയായിരുന്നു മൂന്ന് അസംഷൻസ്? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയുടെ ബിഫോറും ആഫ്റ്ററും ഉള്ള എന്താണ് പ്രഷർ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ഫ്ലോ യൂണിഫോം ആണെന്നും പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണെന്നും ഫ്ലോ എന്താണ് ബിഫോർ ആൻഡ് ആഫ്റ്ററും യൂണിഫോം ഫ്ലോ ആയിട്ടായിരിക്കും പോകുന്നതെന്ന്. പിന്നെന്തായിരുന്നു എന്താണ് സർഫസ് ഓഫ് ദ ബെഡ് ചാനൽ എന്ന് പറഞ്ഞാൽ സ്മോൾ ആയത് കാരണം ഫ്രിക്ഷണൽ ലോസ് നമ്മൾ എന്താണ് നെഗ്ലക്ട് ചെയ്തായിരിക്കും ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ബെഡ് ഓഫ് ദ ചാനൽ, അതായത് ചാനലിന്റെ ബെഡ് സ്ലോപ്പ്, അതായത് ഈ ബോട്ടം സ്ലോപ്പ് ഉണ്ടല്ലോ താഴെ സ്ലോപ്പ് തീരെ കുറവായത് കാരണം നമ്മൾ എന്താണ് വെയിറ്റ് ഓഫ് ദ ഫ്ലോയിഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്, അതായത് ഫ്ലോ ഈ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി നമ്മൾ അതിന്റെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ അതിന് ഫസ്റ്റ് വേണ്ടി നമ്മൾ എന്താണ് ഒരു ഹൊറിസോണ്ടൽ ബേസ് ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ബെഡുള്ള ഒരു ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ എ ഹൈഡ്രോളിക് ജമ്പ് ഫോംഡ് ഇൻ എ ചാനൽ ഓഫ് ഹൊറിസോണ്ടൽ ബെഡ് ആസ് ഷോൺ ബിലോ. കൺസിഡർ ടു സെക്ഷൻ 1 and 2. ഈ ഫിഗർ ഒന്ന് വരച്ചെടുക്കണം. 1 and 2 ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ്. ഇതിൻ്റെ അകത്ത് നമുക്ക് P1 എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് സെക്ഷനിലുള്ള പ്രഷർ ഫോഴ്സ് ആണ്. P2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെക്ഷനിലുള്ള പ്രഷർ ഫോഴ്സ് ആണ്. ഇനി അടുത്ത വരുന്നത് എന്താണ് ഫസ്റ്റ് സെക്ഷനിലുള്ള ഡെപ്ത് ഓഫ് ഫ്ലോയെ D1 എന്നും സെക്കൻഡ് സെക്ഷനിലുള്ളതിനെ D2 എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സെക്ഷനിലുള്ള വെലോസിറ്റി V1 സെക്കൻഡ് സെക്ഷനിലുള്ള വെലോസിറ്റി V2 ആണ്. പിന്നെ നമ്മൾ വേറെ കണ്ടുപിടിക്കുന്ന രണ്ട് ടേം ആണ് ഡെപ്ത് ഓഫ് സെൻട്രോയിഡ് ഓഫ് ദ ഏരിയ ഓഫ് സെക്ഷൻ, അതായത് ഇതിന്റെ സെൻട്രോയിഡ് എവിടെയാണുള്ളത് അതിന് Z1 ബാർ എന്നും ഫസ്റ്റ് സെക്ഷന് Z1 ബാർ എന്നും സെക്കൻഡ് സെക്ഷന് Z2 ബാർ എന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ A1 എന്നുള്ളത് ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ അറ്റ് സെക്ഷൻ 1 ആൻഡ് A2 ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് ദ സെക്ഷൻ 2 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത്രയും കാര്യങ്ങളും ഒന്ന് എഴുതുക. D1, D2, V1, V2, Z1 ബാർ, Z2 ബാർ, A1, A2 ഇത്രയും കാര്യങ്ങളും ഒന്ന് എഴുതുക. ഓക്കെ, ഇനി കൺസിഡർ എ യൂണിറ്റ് വിഡ്ത്ത് ഓഫ് ചാനൽ, അതായത് നമ്മൾ ഇവിടെ ചാനലിനകത്ത് ഒരു ചെറിയ 1 മീറ്റർ വിഡ്ത്തിലുള്ള ഒരു ചാനൽ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ബാക്കി ഇതിന്റെ ഡെപ്ത് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മാസ് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും ഫോഴ്സസ് ആക്ട് ചെയ്തേക്കുന്നത് എന്തൊക്കെയായിരിക്കും? The forces acting on the mass of water between section 1 and 2 are ഫസ്റ്റ് വേണം എന്തായിരിക്കും ഇവിടെ നമുക്കൊരു പ്രഷർ ഫോഴ്സ് കാണും. പ്രഷർ ഡിഫറൻസ് എന്തായാലും കാണും. ഇവിടുത്തെ പ്രഷർ P1 ആയിരിക്കും, സെക്കൻഡ് സെക്ഷനിലെ P2 ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാവുന്ന സാധാരണ സാധ്യതയുള്ളതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് എന്താണ് നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാമെന്ന്. അപ്പം നമുക്ക് എന്താണ് ഡിസ്ചാർജിന്റെ ടേംസിൽ എഴുതാം.
ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്താണ് എഴുതുന്നത്. അതായത് സ്മോൾ ലെറ്റർ ക്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്തുവാണ് അപ്പം V1 D1 എന്തായിരിക്കും? 1 മിനിറ്റ്. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളുടെ ഡിസ്ചാർജ് അതായത് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ഡിവൈഡഡ് ബൈ ബി എന്നായിരിക്കും വരുന്നത്. ഇങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. സ്മോൾ ലെറ്റർ ക്യൂ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പം നമുക്ക് എന്താണ് ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? V1 ഇൻറ്റു A1 എന്നായിരിക്കും വരുന്നത്. നമുക്ക് ഏരിയ ഒരു റെക്റ്റാങ്കുലർ ചാനലായിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ A1 എന്ന് പറയുന്നത് എന്തായിരിക്കും? B1 D1 ആണ്. നമുക്കറിയാം ബിയുടെ വാല്യൂ 1 ആയത് കാരണം താഴത്തെയും മുകളിലത്തെയും ബിയുടെ വാല്യൂ 1 ആയിപ്പോയി. അപ്പോൾ എന്തായിരിക്കും? V1 D1 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ എഴുതാം? B2 D2 എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ചാർജ് കിട്ടി. ഇനി നമ്മൾ പ്രഷർ ഫോഴ്സ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് എന്താണ്? നമുക്ക് ഇക്വേഷനാണ് റോ ജി A1 Z1 ബാർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് റോ ജിയുടെ വാല്യൂ അറിയാം, D1 അറിയാം. ഏരിയ എന്ന് പറയുമ്പോൾ D1 ഇൻറ്റു B1 യൂണിറ്റ് എടുത്തായത് കാരണം 1. ഇന്ന് പറഞ്ഞ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ എന്താണ് സെൻട്രോയിഡ് എവിടെ ആയിരിക്കും വരുന്നത്? എൻ്റെ കറക്റ്റ് സെൻറ്റർ D1/2 ആയിരിക്കും വരുന്നത്. ഓക്കെ, പ്രഷർ അറ്റ് സെക്ഷൻ 1 എന്ന് പറയുന്നത് റോ A1 Z1 ആണ്. നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായിരിക്കും? Z ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? D/2 നമ്മുടെ സെൻട്രോയിഡ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് എഴുതാം? റോ ജി D1² ഡിവൈഡഡ് ബൈ 2 എന്ന് പറയും. അതുപോലെ സിമിലർലി സെക്ഷൻ 2ൻ്റെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? റോ ജി D2 ഇൻറ്റു 1 ഇൻറ്റു D2/2 ആയിരിക്കും വരുന്നത്. അപ്പോൾ റോ ജി D2² ഡിവൈഡ് ബൈ 2 എന്നായിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ A1 എന്ന് പറഞ്ഞു കഴിയുന്നത് ഏരിയ ഇൻറ്റു ഇതാണ് ഇത് എടുത്തിരിക്കുന്നത്. Z1 എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഡെപ്തിൻ്റെ ഹാഫ് ആയിരിക്കും വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് ഓഫ് ദ വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻ 11 ആൻഡ് 22. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടുത്തെ രണ്ടിടത്തും പ്രഷർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ക്രോസ് സെക്ഷൻ കുറയുന്നിടത്തായിരിക്കും പ്രഷർ കൂടുതൽ. അപ്പോൾ എന്തായിരിക്കും? P1 മൈനസ് P2 എന്നായിരിക്കും വരുന്നത്. P2 മൈനസ് ഞാൻ പറഞ്ഞ ഒന്ന് തെറ്റിപ്പോയായിരുന്നു. നമുക്ക് നോക്കിക്കേ, നമ്മുടെ ഇവിടുത്തെ സെക്കൻഡ് പോർഷനിലായിരിക്കുമല്ലോ നമുക്ക് ഡെപ്ത് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? ഇവിടുത്തെ പ്രഷർ ആയിരിക്കും നമുക്ക് കൂടുതൽ വരുന്നത്. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇവിടുത്തെ പ്രഷർ ആയിരിക്കും കൂടുതൽ വരുന്നത്, ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഡെപ്തിൻ്റെ ഇത് വരുന്നത്? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ P2 മൈനസ് P1 ആണ്. നമുക്കറിയാം എന്തായിരുന്നു? റോ ജി D2² ഡിവൈഡ് ബൈ 2 മൈനസ് റോ ജി D1² ഡിവൈഡ് ബൈ 2 എന്നായിരിക്കും. ഇത് കോമൺ ആയിട്ടുള്ള ടൈം എന്തായിരുന്നു? റോ ജി ബൈ 2 ആണ്. അതിനെ പുറത്തെടുത്ത് പിന്നെ വരുന്നത് D2² മൈനസ് D1² എന്നായിരിക്കും വരുന്നത്. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് വിളിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ഡിസ്ചാർജ് ഇക്വേഷൻ നമ്പർ 1 എന്നും വിളിക്കണം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്? മൊമെന്റം പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് ഓഫ് ഫ്ലൂയിഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ ദ സെയിം സെക്ഷൻ എന്നാണ് വരുന്നത്. അതായത് നമുക്ക് അവിടുത്തെ ആക്ട് ചെയ്തേക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ വാട്ടർ പെർ സെക്കൻഡ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആയിരിക്കും വരുന്നത്. അതായത് മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് നമ്മൾ മൊമെന്റ് എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ എന്തായിരുന്നു? മാസ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. അതായത് അവിടെ ഒരു സെക്കൻഡിൽ എത്ര വെള്ളം വരുന്നു അതിൻ്റെ മാസ് ഇൻറ്റു അവിടെ വരുന്നേക്കുന്ന വെലോസിറ്റി ചേഞ്ച് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ്? മാസ് ഓഫ് ദ വാട്ടർ പെർ സെക്കൻഡ് ആണ്. അതെന്താണ്? റോ ഇൻറ്റു ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ആയിരിക്കും വരുന്നത്. നമുക്ക് റോ എന്ന് പറഞ്ഞാൽ അറിയാം. റോ ഇൻറ്റു ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് നമ്മൾ എന്താണ്? സ്മോൾ ലെറ്റർ ക്യൂ എന്നറിയും. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് യൂണിറ്റ് വിഡ്ത്ത് ആയിരുന്നു കാണിച്ചത്, അതുകൊണ്ട് 1 ആയിരിക്കും വരുന്നത്. പിന്നെ ഇവിടുത്തെ വെലോസിറ്റി ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ഇനീഷ്യലി നമുക്ക് എന്താണ്? നമ്മുടെ ഈ സ്മോൾ ലെറ്റർ ഈ ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. Q1 എന്നും പറയുന്നത് Q2 എന്നും പറയുന്നത് എന്തായിരിക്കും? Qന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്? A1 V1 ഈക്വൽ ടു A2 V2 എന്നാണല്ലോ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷനകത്ത് പഠിച്ചത്. ഇവിടെ നമുക്ക് എന്താണ്? ഡെപ്ത് എന്ന് പറയുന്നത് ചെറുതായിരുന്നു, ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നത് വലുതായിരുന്നു. അപ്പോൾ എന്താണ്? ഇവിടെ കുറയുമ്പം ഇതെന്താണ്? ബിയുടെ വാല്യൂ കൂടിയാലേ നമുക്ക് എന്താ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ V1 മൈനസ് V2. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ടാണ് നമ്മുടെ ഫ്ലോ എന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് ഫോഴ്സ് നാട്ടിൽ നിന്ന്
നമ്മൾ ആദ്യം പിന്നെ ഇവിടെ g/2 എന്നുള്ളതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും d2 പ്ലസ് d1 എന്ന് പറയുന്നത് എന്താണ് 2 ഇൻറ്റു q² ഡിവൈഡ് ബൈ g ഇൻറ്റു d1 d2 എന്നാണ്. നമുക്കപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലൊരു d2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും d2² പ്ലസ് d1 d2 ഈക്വൽ ടു 2q² ഇൻറ്റു g_d1 എന്ന് പറയും. കാരണം ഇവിടെ ഒരു d1 d2 കൊണ്ട് ഇടുമ്പോൾ ഈ d2 d2 കൂടെ താഴെ കട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയായിരിക്കും d2² പ്ലസ് d1 d2 മൈനസ് 2q² ഡിവൈഡഡ് ബൈ g_d1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞ് വിളിക്കാം. ഇനി നമുക്ക് എന്താണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യണം. നമ്മൾ എങ്ങനെയായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² നമുക്ക് എങ്ങനെയായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൻ്റെ നമ്മൾ എക്സിന്റെ വാല്യൂ എങ്ങനെയാണ് x ഈസ് ഈക്വൽ ടു മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ നമുക്ക് ഫോർമുല. അപ്പോൾ നമുക്ക് എന്താണ് ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ x² എന്ന് പറഞ്ഞ പകരം എന്താണ് d2 എന്നായിരുന്നു പറഞ്ഞത്, d2² ആയിരിക്കും. എക്സിന് വേണ്ടി d2 ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ d2ൻ്റെ കൂടുതൽ ഫസ്റ്റ് ടൈം എന്താണ് 1 ആണ്. എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എന്താണ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് d2 ആണ്, സിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് മൈനസ് 2q² ഡിവൈഡഡ് ബൈ g_d1 എന്നാണ് വന്നിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d2 is equal to minus d1 plus or minus root of d1² minus 4 into a എന്ന് പറയുമ്പോൾ 1 into minus 2q² divided by g_d1 divided by 2 into 1. നമ്മളിതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മൈനസ് d1 plus or minus root of d1² plus 8q² divided by g_d1 divided by 2 എന്ന് വരും. അപ്പോൾ എങ്ങനെ അറിയണം ഒന്നുകൊണ്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഴുതാം മൈനസ് d1/2 പ്ലസ് ഓർ മൈനസ് d1² ഡിവൈഡ് ബൈ 4 പ്ലസ് 2q² ഡിവൈഡ് ബൈ g_d1. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ഒന്ന് പോസിറ്റീവ് പവർ വരുന്നോ ഒന്ന് നെഗറ്റീവ് വരുന്നോ നമ്മൾ നോക്കാം. അപ്പോൾ എന്താണ് മൈനസ് d1/2 മൈനസ് റൂട്ട് ഓഫ് d1² ഡിവൈഡ് ബൈ 4 പ്ലസ് 2q² ബൈ g_d1 എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ മൈനസ് d1/2 പ്ലസ് d1² ബൈ 4 പ്ലസ് 2q² ഡിവൈഡ് ബൈ g_d1 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു പോസിറ്റീവ് നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടാം. ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ d1/2നെക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നെഗറ്റീവ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും നമുക്ക് d2ൻ്റെ വാല്യൂ d1/2 പ്ലസ് റൂട്ട് ഓഫ് d1² ബൈ 4 പ്ലസ് 2q² ബൈ g_d1 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും. അപ്പോൾ അതിനെ നമ്മൾ ഒന്നുകൂടെ q-ൻ്റെ വാല്യൂ നമുക്കറിയാം v1 d1 എന്നാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് d1/2 പ്ലസ് d1² ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ഇൻറ്റു v1 d1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ g_d1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെ ഒരു d1ഉം ഇവിടുത്തെ ഒരു d1ൻ്റെ ഒരു ഇതും കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്തായിരിക്കും d1 മൈനസ് d1/2 പ്ലസ് റൂട്ട് ഓഫ് d1² ബൈ 4 പ്ലസ് 2v1² d1 ഡിവൈഡ് ബൈ g എന്ന് പറഞ്ഞിട്ട്. ഇതാണ് d2ൻ്റെ വാല്യൂ. നമുക്ക് ഇപ്പോൾ നമുക്ക് d2ൻ്റെ വാല്യൂ കിട്ടുവാണെങ്കിൽ ഹൈഡ്രോളിക് ഡെപ്തിൻ്റെ എങ്ങനെ ആയിരിക്കും ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഫ്ലോ പോയേക്കുന്നത്. ഇവിടുത്തെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം d1 ആണെന്ന് അറിയാം. ഇനി നമുക്ക് എന്താണ് ഇവിടെ വന്ന് ഇവിടെ ചാടുന്ന ആ ഒരു ഡെപ്ത് നമുക്കറിയാം d2 ആണ്. അപ്പോൾ ഈ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഡെപ്ത് എന്നാൽ d2 മൈനസ് d1 എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.